എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു ഇഫ്താറിലേക്കൊക്കെ എണ്ണപ്പലഹാരമൊക്കെ കഴിച്ചു മടുത്തെങ്കിൽ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു എഗ്ഗ് വെച്ചിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു 4 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ആ ഒരു സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും ഇതിലേക്ക് ഒരു 2 കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ സവാളയൊന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ടെടുക്കാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചച്ചുവയൊന്ന് മാറി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു പൊടികളുടെയൊക്കെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ആ ഒരു ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ആ ഒരു സമയം വരെ നമ്മളിത് നല്ല പോലെ തന്നെ ഇളക്കി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ ഒരു ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. 1 കപ്പ് അളവിൽ തേങ്ങ നമുക്ക് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലൊരു 2-3 ചെറിയ ഉള്ളി, 2 പച്ചമുളകും, ഈ ഒരു വലിപ്പമുള്ള ഇഞ്ചിയും, 1 തണ്ട് കറിവേപ്പിലയും, ഇതുപോലെ 2 തണ്ട് പുതിനയിലയും, 1 നാരങ്ങയുടെ പകുതി ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇഞ്ചിയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു കൈപ്പിടി മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു നാരങ്ങ പകുതി കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാടങ്ങ് അരിഞ്ഞു പോകാതെ നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ എല്ലാവരും കറക്റ്റ് ഒരളവാണ്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അളവിൽ, അതായത് നമ്മൾ സാധാരണ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു അരിപ്പൊടിയില്ലേ, അതൊരു 1.5 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങയും, ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും, 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് കേട്ടോ ഇത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം, അതായത് അടുപ്പിൽ തന്നെ കിടക്കുന്ന നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു മാവ് നമുക്കൊന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കണം. അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് മാവായിട്ട് ഇതുപോലെ കുറച്ച് ഒരു നല്ല തിളച്ച് കിടക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ കുറച്ച് നല്ല തിളച്ച് കിടക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈവച്ചിട്ട് നമ്മൾ നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ വെള്ളം ഒരിക്കലും കൂടി പോകരുത് കേട്ടോ. കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് നോക്കുക. അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് മാവായിട്ട് നമ്മളിതൊന്ന് വാട്ടി കുഴച്ചിട്ടെടുത്താൽ മതി. ഒരുപാട് ഓവറായിട്ടങ്ങ് സോഫ്റ്റ് ആയി പോകരുത്. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ അത് പൊട്ടിയൊന്നും പോകരുത്. അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ല, കറക്റ്റ് ഈ ഒരു പരുവത്തിന് നമ്മൾ മാവൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ പുഴുങ്ങിയ കോഴിമുട്ടയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ മുട്ട 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് അത്യാവശ്യം ഒരു ഉരുള വലുപ്പത്തിൽ മാവെടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. എന്നിട്ട് ഈ ഒരു മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഇതിലേക്ക് ആദ്യം നമുക്ക് ഈ ഒരു ചമ്മന്തി ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മുട്ട പകുതി കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ഉള്ളിയുടെ മസാലയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. ഈ ഒരു അറ്റം ഇതുപോലെ കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ചും കൂടി മാവ് എടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് കവർ ചെയ്തിട്ടെടുക്കുക ഫുള്ളായിട്ട്. ശേഷം ഇതുപോലെ കൈ കൊണ്ട് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ മാവ് നല്ല കറക്റ്റായിട്ട് ചെയ്തിട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് പൊട്ടിപ്പോവാതെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ പോലെയൊക്കെ കൊടുക്കണമെങ്കിൽ ഒരു കത്തിയുടെ ഒരു ബാക്ക് വശം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. എല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ആവിയിൽ വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ട് ആവി വരുന്ന സമയത്ത് എല്ലാം തന്നെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം നന്നായിട്ട് ഞാൻ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട്. ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിന്റെ പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു മസാല എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് ആക്കി കൊടുക്കുക. ചെറുതായിട്ട് ഇതിൽ കിടന്നൊന്ന് ഷാലോ ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് എടുക്കാമെന്നാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, ഇതിലെ കിടന്ന ഒരു നന്നായിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ആ ഒരു മസാലയുടെ ഒരു പച്ചച്ചൊവ അങ്ങ് മാറണം. ഇതിൽ കിടന്നൊന്ന് ഷാലോ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നും അങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു മുട്ടക്കൽമാസാണ്. ഇതുപോലെ നമ്മളൊരു ഉള്ളിയുടെ മസാലയും അതുപോലെ തന്നെ ഒരു മുട്ടച്ചമ്മന്തിയിലൊക്കെ വെക്കുന്ന ഒരു ചമ്മന്തിയും വെച്ചിട്ട് ഇതുപോലെ മുട്ടക്കൽമാസം ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു എണ്ണപ്പലഹാരമൊക്കെ അധികം ഇഷ്ടമില്ലാത്തവർക്കും എണ്ണപ്പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടുത്തവർക്കും ഇതുപോലെ നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് ഈ ഒരു ഇഫ്താറിലേക്കൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഫില്ലിംഗ് ഉണ്ടാക്കി മുട്ടക്കൽമാസ് റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.